AICC വന്ദേമാതര വിവാദത്തിൽ സേവാദൾ അധ്യക്ഷനെതിരെ നടപടി. സേവാദൾ അധ്യക്ഷൻ ശ്രീനിവാസ് വിവിക ചോക്കോസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് നോട്ടീസ് നൽകിയത്. സേവാദൾ ഇന്നലെ നൽകിയ വിശദീകരണം തള്ളിയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ശരത് ലാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ശരത് ലാൽ, അപ്പോൾ ഒരു നിലപാടിലേക്ക് നിലവിൽ കോൺഗ്രസ് എത്തിയിരിക്കുന്നു. ഇത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. അതായത് അവരുടെ പ്രഖ്യാപിത നിലപാടിനപ്പുറത്തേക്ക്, അവരുടെ തീരുമാനങ്ങൾക്കപ്പുറത്തേക്ക് ഒരു പിഴവ് എന്തായാലും സംഭവിച്ചിരിക്കുന്നു. ആ പിഴവ് സംഭവിച്ചിരിക്കുന്നത് ഈ സേവാദൾ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നാണ് എന്നും കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി നോട്ടീസ് നൽകിയിരിക്കുന്നു. എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? ഏത് തരത്തിലുള്ള വിശദീകരണമായിരിക്കും പ്രതീക്ഷിക്കുന്നുണ്ടാവുക? ശ്യാംനിഴി, സേവാദളാണ് ഇന്നലത്തെ പരിപാടിയുടെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന്റെ പൂർണ്ണ ചുമതലയുണ്ടായിരുന്നത്. അത് ഈയടുത്ത് സേവാദൾ അധ്യക്ഷനായി നിയമിതനായ മുൻ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ചന്ദ്രശേഖരൻ ക്ഷമിക്കണം ശ്രീനിവാസൻ ആണ് ഇതിൻ്റെ ചുമതലക്കാരൻ. മുഴുവൻ സമയം കഴിഞ്ഞ 4 ദിവസമായി ഇതിൻ്റെ ചുമതലക്കാരനായ മുഴുവൻ സമയവും അദ്ദേഹം തന്നെയായിരുന്നു ഈ ചടങ്ങുകൾ പൂർണ്ണമായി നിയന്ത്രിച്ചതും, അല്ലെങ്കിൽ ഈ വന്ദേമാതരമടക്കമുള്ള കാര്യങ്ങളിൽ ഒക്കെ തന്നെ തീരുമാനമെടുത്തും. ഈ സാഹചര്യത്തിൽ ഇന്നലെ തന്നെ അദ്ദേഹത്തിനോട് രാഹുൽ ഗാന്ധി നേരിട്ട് തന്നെ അദ്ദേഹത്തിനെ വിളിച്ച് ശകാരിച്ചിരുന്നു. അദ്ദേഹം ഇന്നലെ തന്നെ AICC ജനറൽ സെക്രട്ടറി ഓർഗനൈസേഷൻ KC വേണുഗോപാലിന് ടെലിഫോണിലൂടെ വിശദീകരണം നൽകിയിരുന്നു. എന്നാൽ ഇത് തള്ളിക്കൊണ്ടാണ് ഷോക്കോസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, കർണാടകയിൽ നിന്നുള്ള DK ശിവകുമാറിൻ്റെ അടുത്ത അനുയായി കൂടിയ ശ്രീനിവാസൻ കർണാടകയിൽ പൂർണ്ണസമയം രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. കർണാടകയിൽ അതേസമയം സർക്കാർ പരിപാടികൾ പോലും പൂർണ്ണ രൂപത്തിൽ വന്ദേമാതരം ചൊല്ലുകയും അതേ രീതി തന്നെ യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷൻ കൂടിയ ശ്രീനിവാസൻ അതേ രീതി തന്നെ ഈ AICC ആസ്ഥാനത്ത് നടപ്പിലാക്കി എന്നതാണ് ഒരു സംശയമായിട്ട് AICC നേതൃത്വം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കടുത്ത നടപടിക്ക് അദ്ദേഹത്തിന് ഷോക്കോസ് നോട്ടീസ് നൽകാൻ കൂടി തീരുമാനമായത്. ഏതായാലും അധ്യക്ഷ സ്ഥാനത്ത് നീക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ തീർച്ചയായിട്ടില്ല. ഏതായാലും നടപടി ഉറപ്പാണ് എന്നതാണ് AICCയിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം അത്രത്തോളം കോൺഗ്രസിൻ്റെ മുഖം നഷ്ടമായ ഒരു പരിപാടിയായിരുന്നു ഇന്നലെ AICC ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ നമ്മൾ കണ്ടത്. അതുമാത്രമല്ല, രാഹുൽ ഗാന്ധി അടക്കം സംസാരിക്കുന്ന വീഡിയോ ഇന്ന് രാവിലെ BJP വക്താവ് RP സിംഗ് പുറത്തുവിടുകയും ചെയ്തു. BJP ഈ വിഷയം വലിയൊരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നു. ആ തരത്തിൽ യാതൊരുവിധ മുൻകരുതലോ അല്ലെങ്കിൽ ഒരു സീരിയസ്നെസ്സോ കൂടാതെ ഇത്തരമൊരു പരിപാടി ഓർഗനൈസ് ചെയ്തു എന്നതാണ് ശ്രീനിവാസിനെതിരെയുള്ള ആരോപണം, അല്ലെങ്കിൽ നടപടിക്ക് കാരണമാവുന്നത്. ഇതാ സ്ഥിതിഗതിനെ സംബന്ധിച്ചോളം സേവാദൾ അധ്യക്ഷനായിട്ട് ഒരു 40 ദിവസത്തോളം മാത്രമേ ആയിട്ടുള്ളൂ എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ദേശീയ ചടങ്ങ് കൂടിയായിരുന്നു ഇന്നലത്തെ സ്വാതന്ത്ര്യദിനാഘോഷം. അവിടെയാണ് പാകപ്പിഴ പറ്റിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി തന്നെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നടത്തുന്നത്. കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി ഇന്നലെ തന്നെ കടുത്ത രീതിയിൽ തന്നെ ഇക്കാര്യത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. മല്ലികാർജ്ജുന ഖാർഗെയും അതൃപ്തി രേഖപ്പെടുത്തുന്നു. മല്ലികാർജ്ജുന ഖാർഗെയും ഇന്നലെ ശ്രീനിവാസനെ വസതിയിൽ വിളിച്ചു വരുത്തി വളരെ വലിയ നേരം അദ്ദേഹത്തുമായിട്ട് വിശദീകരണം തേടിയിരുന്നു. ഏതായാലും സേവാദൾ അധ്യക്ഷൻ്റെ കസേരക്ക് ഇളക്കം തട്ടും എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് പറയാൻ കഴിയുന്നത്.